നമുക്കിവിടെ ഒരു രണ്ട് L3 സ്വിച്ച് ഉണ്ട്. L3 സ്വിച്ച് 1, L3 സ്വിച്ച് 2. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു L2 സ്വിച്ച് 1 ഉണ്ട്. എന്നിട്ട് അതിൽ രണ്ട് ലിനക്സിന്റെ PC നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ഇന്റർഫേസ് എല്ലാം. ഇവിടെ 0 രണ്ടും കണക്ട് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ 0/1ഉം ഇവിടെ 0/0യും ഇവിടെ 0/2ഉം 3യും ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലാബിലേക്ക് പോകാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിനെ സൈഡിലോട്ട് ഡോക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു L3 സ്വിച്ച് 1 ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു L3 സ്വിച്ച് 1 കോൺഫിഗറേഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഡിവൈസ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് VLANs ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോൺഫിഗ് ടെർമിനലിൽ പോയിട്ട് നമുക്ക് VLAN 10 കൊടുത്തു, എക്സിറ്റ് നമ്മളിവിടെ VLAN 20 കൊടുത്തു, ഇവിടെ എക്സിറ്റ് കൊടുത്തു. അപ്പോൾ രണ്ട് VLANs നമ്മളവിടെ കോൺഫിഗർ ചെയ്തു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർഫേസ് ആണ്. ഇന്റർഫേസ് ഇത്തർനെറ്റ് 0/0 നമ്മളിവിടെ സ്വിച്ച് പോർട്ട്, ട്രങ്ക്, എൻക്യാപ്സുലേഷൻ .1q, എന്നിട്ട് സ്വിച്ച് പോർട്ട്, ട്രങ്ക്, അലൗഡ് VLAN 10,20. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ സ്വിച്ച് പോർട്ട്, മോഡ്, ട്രങ്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ആക്റ്റീവ് ആവും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ ഒരു കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇന്റർഫേസ്, അതായത് ഇത്തർനെറ്റ് 0/0 ഈ സ്വിച്ചിലോട്ട് പോകുന്ന ഇന്റർഫേസ്, ഇനി നമുക്ക് ഈ ഒരു ഇന്റർഫേസ്, ഇത് ജനറലി ബാക്ക് ടു ബാക്ക് ഇന്റർഫേസ് ആണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു സിങ്ക്രണൈസേഷനും അതുപോലെ ഇവർ തമ്മിലുള്ളൊരു കംപ്ലീറ്റ് VLANന്റെ എക്സ്ചേഞ്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇൻഫർമേഷനും ഹലോ ടൈമറും ഒക്കെ നമുക്ക് ഇതിനകത്തൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനാണ് നമ്മൾ ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. സോ ഇൻ കേസ് ഈ ഒരു ലിങ്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ, ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ, ഈ ഒരു ലിങ്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന ഹലോ ടൈമർ കിട്ടില്ല. സോ ആ ഹലോ ഇൻഫർമേഷൻ കിട്ടില്ല. അപ്പോൾ ഇതെന്തോ ചെയ്യുന്ന വെച്ചാൽ ഇത് ഉടനെ തന്നെ മാസ്റ്റർ ആവും. സോ അങ്ങനെ മാസ്റ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു സ്പ്ലിറ്റ് ബ്രെയിൻ സെനാരിയോയിൽ വർക്ക് ആവും. എന്ന് വെച്ചാൽ ഇത് തമ്മിലൊരു ബാക്ക് ടു ബാക്ക് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷനിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ പോലും ഈ ബാക്ക് ടു ബാക്ക് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കും. അപ്പോൾ ഇതിനകത്ത് കോൺഫിഗറേഷൻ സിങ്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. ബട്ട് ഇവർ തമ്മിലൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ട് സ്റ്റാറ്റസും ഹലോ ഇന്റർവെല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് സെൻഡ് ചെയ്യാനും പറ്റും. സോ അതിനാണ് നമ്മൾ ഈ ഒരു ബാക്ക് ടു ബാക്ക് കണക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്.